കുളിച്ചിട്ട് മുടി വരെ ഉണങ്ങിയിട്ടില്ല. അപ്പൊ തന്നെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ടൗണിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അപ്പൊ തന്നെ ഊബറും വിളിച്ച് നേരെ ടൗണിലേക്ക് എത്തി. ഇവിടെ എന്താന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു നമ്മുടെ പല്ല് ഒരിക്കാണ്ടെന്ന്. നേരെ പല്ല് ഒരിക്കാൻ വേണ്ടി പോയി. പിന്നെ അവിടെ പോയി ഇരുന്ന് ഞാൻ കുറേ നേരം പോസ്റ്റ് അടിച്ചിരിക്കലായിരുന്നു. ആൾക്കാർ വരുന്നു പോകുന്നു. ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇതേ ഇരുത്ത് ഞാൻ 3 മണിക്കൂർ അയക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഏകദേശം അമ്മ കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പൊ ഞാനും കൂടെ നേരെ ടൗണിലേക്ക് പോയിട്ട് അവിടുന്ന് അമ്മയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അമ്മയെ പറഞ്ഞയച്ചു. അവിടുന്ന് ഞാൻ നേരെ ബസ് കയറിയിട്ട് ഹനാൻഷാന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്, അവിടത്തേക്കാണ് ഇനി പോക്ക്. ഏകദേശം ടിക്കറ്റിന്റെ പൈസ 28 റുപ്യ. അവിടുന്ന് തിരിച്ചിങ്ങോട്ടും 28 മീൻസ് 48 റുപ്യ. 48 56 ടോട്ടൽ 56 റുപ്യ അത്രേ ആയിട്ടുള്ളൂ. കുറെ നേരത്തെ ബസ്സിലിരിക്കലിന് ശേഷം നമ്മ അവിടുന്ന് പുറത്തിറങ്ങിയിട്ട് നമ്മൾ അവിടെ കുറച്ച് നമ്മുടെ ഫ്രണ്ട് വെയിറ്റ് ചെയ്തു. ലാസ്റ്റ് അവൻ എത്തി എങ്ങനെയൊക്കെയോ. ഇവിടെ നമുക്ക് ഒരു ബസ്സും കൂടെ മാറിക്കേണ്ടി ഒരു ബസ്സും കൂടെ കയറിയിട്ട് പ്രോഗ്രാം നടക്കുന്നതിന്റെ 1 കിലോമീറ്റർ ബാക്കിലാണ് എത്തിയത്. റീസൺ എന്താ വെച്ചാൽ ഇവൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് തെറ്റിച്ചതാണ് സംഭവം. അവനെ ഞാൻ കുറെ ചീത്തയും പറഞ്ഞ് നമ്മൾ ലാസ്റ്റ് പ്രോഗ്രാം നടക്കുന്നവിടേക്ക് എത്തി. ആ നടന്നതിന്റെ ക്ഷീണം മൊത്തം ഉണ്ടായിരുന്നു. പക്ഷെ ഹനാൻഷനെ കണ്ടപ്പോൾ വന്ന ക്ഷീണമെല്ലാം അതുപോലെ തന്നെ പോയി. പിന്നെ അവിടെ നിന്ന് ഒരു ഹായ് ബായ് കെട്ടി നമ്മ അവിടെ നിന്ന് അങ്ങനെ വിട്ടു. ലാസ്റ്റ് ബസ് 8 മണിക്കായിരുന്നു. 8 മണിക്ക് ദിവസം കയറി വീട്ടിലേക്ക് വിട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഗൈസ്.